ലൈവ് at 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ബോബി ചെമ്മണ്ണൂർ അഴിക്കുള്ളിൽ 14 ദിവസത്തേക്ക് റിമാൻഡ്. വിധി കേട്ട് ബോബിക്ക് ദേഹാസ്വാസ്ഥ്യം. കോടതി മുറിയിൽ തളർന്നിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജയിലിലേക്ക്. കുറ്റം ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ചു ബോബി. വാളയാർ പെൺകുട്ടികളുടെ കേസിൽ ട്വിസ്റ്റ്. മാതാപിതാക്കളെ പ്രതി ചേർത്ത് CBI കുറ്റപത്രം. ബലാത്സംഗ പ്രേരണ കുറ്റം ചുമത്തി. തെളിവ് തരട്ടെയെന്ന് അമ്മ. വയനാട് DCC ട്രഷററുടെ മരണത്തിൽ IC ബാലകൃഷ്ണന് കുരുക്ക്. MLA ഒന്നാം പ്രതിയാക്കി കേസ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. രാഷ്ട്രീയ പ്രേരിതമെന്ന് കോൺഗ്രസ്. ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് നേതൃത്വമെന്ന് MV ഗോവിന്ദൻ. തിരുപ്പതി ക്ഷേത്രാപകടത്തിൽ മരിച്ചവരിൽ മലയാളിയും. മരിച്ചത് പാലക്കാട് സ്വദേശി നിർമ്മല. അപകട സ്ഥലം സന്ദർശിച്ച ചന്ദ്രബാബു നായിഡു. 25 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയിൽ മരണമാറായി. ഹോളിവുഡ് താരങ്ങളുടെ വീടുകളും കത്തി നശിച്ചു. നിരവധി പേർക്ക് പൊള്ളലേറ്റു. വീടുകളിൽ നിന്ന് ഒഴിയാൻ ഉത്തരവ്. ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. വിധിക്ക് ശേഷം ജയിലിലേക്ക് മാറ്റുമ്പോൾ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചു. സോഷ്യൽ മീഡിയ വഴി നിരന്തരം അധിക്ഷേപിക്കുന്ന ബോബിക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. വീഡിയോസ് ഹാജരാക്കി സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുള്ളതുകൊണ്ട് ബെയിൽ നിഷേധിക്കാൻ പറഞ്ഞു. കോടതി അത് അംഗീകരിച്ചു. കസ്റ്റഡി അപേക്ഷ കൊടുത്തില്ല. കസ്റ്റഡി ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും കൊടുത്തത്. നിലവിലെ സാഹചര്യത്തിൽ കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലേ? കൃത്യമായി നമുക്ക് നമ്മുടെ വാദം കോടതിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞു. ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് അങ്ങനെ ഒരു സാഹചര്യം കോടതിയിലെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കോടതി പരിശോധിച്ചിട്ടുണ്ടാകാം. ഏത് ജയിലിലേക്ക് അങ്ങനെ ഓർഡറിലൊന്നും പറയില്ല. കോടതിയിൽ അന്വേഷിച്ചറിയാം. അന്വേഷണവുമായി സഹകരിക്കുമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂർ ആവശ്യപ്പെട്ടത്. ജാമ്യത്തിനായി ബോബി ചെമ്മണ്ണൂർ മേൽക്കോടതിയെ സമീപിക്കും. രാമപിള്ള സാറായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കും. ഓർഡർ പഠിക്കണം. ഓർഡർ പഠിച്ചിട്ടില്ല. ഇന്നിപ്പോ ആശുപത്രിയിൽ ഇപ്പൊ എന്തൊരു ശാരീരിക അസ്വസ്ഥതകൾ കാണിക്കുന്നുണ്ടല്ലോ, ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആവശ്യമില്ല. അത് ആശുപത്രിയിലെ ഡോക്ടറും അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ടും തീരുമാനിക്കണം. നമ്മളിപ്പോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. അത് they will take care. അതിനകത്തൊന്നും നമ്മുടെ ഒരു ഇൻഷുറൻസിന്റെ ആവശ്യമില്ല. ഏത് ജയിലിലേക്കാണ് മാറ്റുന്നത്? സബ് ജയിൽ എറണാകുളമായിരിക്കും. സബ് ജയിൽ നമ്മൾ പ്രത്യേകം ജില്ലാ ജയിലിലേക്ക് മാറ്റമൊന്നുമില്ല. അത്തരത്തിലുള്ള ആവശ്യമെല്ലാം വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. സബ് ജയിലിലേക്ക് തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. മെഡിക്കൽ ആവശ്യമായിട്ട് എവിടെയാണ് കൊണ്ടുപോകുന്നത്? മെഡിക്കൽ അറിയില്ല. അതെല്ലാം അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, നമ്മുടെ കയ്യിലല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ. തീർച്ചയായും അല്ലെ, നമ്മൾ ആ ഓർഡർ പഠിച്ചാലല്ലേ നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായ. നമ്മൾ ഈ ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നോ ഇതിന് മുന്നോട്ട് പോയിരുന്നത്? ഞാൻ വളരെ ഒരു ശുഭാപ്തി വിശ്വാസിയാണ്. എന്നും ശുഭാപ്തി വിശ്വാസിയാണ്. അതല്ല സാറേ, ഈ പ്രോസിക്യൂഷൻ പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുക്കരുത്, അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഓർഡർ പഠിക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ കാര്യമാണ്. പഠിക്കട്ടെ. ഓർഡർ പഠിച്ചതിന് ശേഷം അപ്പീലല്ല, നാളെ നമ്മൾ ജില്ലാ കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും. അത് രാമപിള്ള സാറാണ് തീരുമാനിക്കേണ്ടത്. രാമപിള്ള സാർ സീനിയേഴ്സുമായിട്ട് ആലോചിച്ചതിന് ശേഷം നമ്മൾ തീരുമാനിക്കും. ജില്ലാ കോടതിയിലായിരിക്കും ഹൈക്കോടതിയിലാണ്. അല്ല, അത് സാറുമായിട്ട് ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കും.
സാർ പ്രത്യേകിച്ച് ഒരു ജയിലിലേക്കൊന്ന് മാറ്റണമെന്നൊന്നും ഒരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടില്ല. ഒന്നുമില്ല, അത് പ്രത്യേക ഒരു പരിഗണനയുടെ ആവശ്യമില്ലല്ലോ അതിനകത്ത്. പ്രത്യേക പരിഗണനയുടെ ആവശ്യമില്ല. ഡാനി ഇപ്പോൾ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾ, പ്രോസിക്യൂഷന്റെ സ്റ്റാൻഡ് അംഗീകരിക്കുന്നു, ആവശ്യം അംഗീകരിക്കുന്നു, കോടതി അപ്പോഴും പോലീസ് കസ്റ്റഡിയിലേക്ക് ഇല്ല. എന്തായിരുന്നു വാദപ്രതിവാദങ്ങളുടെ രത്നച്ചുരുക്കം? ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ എവിടെയാണുള്ളത്? അഭിലാഷ്, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഉള്ളത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വരുന്ന രോഗികളെ പെട്ടെന്ന് വരുന്നവരെ ചികിത്സിക്കുന്ന വിഭാഗം ഡോക്ടർമാരെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? കാരണം ദേഹാസ്വസ്ഥം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഏതെങ്കിലും രക്തസമ്മർദ്ദം മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഏത് രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നത് പരിശോധിക്കുന്നു. ഒപ്പം ഇന്ന് ഈ കോടതി ഇത്തരം കാര്യങ്ങൾ പരാമർശങ്ങളിലേക്ക് കടക്കും മുമ്പ് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബോബി ചെമ്മണ്ണൂർ ആദ്യം പറഞ്ഞത് തന്റെ ശാരീരികാവസ്ഥയെക്കുറിച്ചാണ്. ഈ സമയത്ത് അത് പ്രസക്തമാണ്. കാരണം തുടക്കത്തിൽ തന്നെ അദ്ദേഹം അത് പറഞ്ഞു എന്നതാണ്. എനിക്ക് പരിക്കേറ്റിട്ടുണ്ട്, 2 ദിവസം മുമ്പ് വീണ് പരിക്കേറ്റിട്ടുണ്ട്, അതിൽ നട്ടെല്ലിന് പരിക്കേറ്റിട്ടുണ്ട്, കാലിന് പരിക്കേറ്റിട്ടുണ്ടെന്ന് പറയുകയും ഒപ്പം പോലീസുകാരുടെ ഭാഗത്ത് ഉപദ്രവമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അൾസറിന് ചികിത്സയിലാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ അത്തരം പരാമർശങ്ങൾ കടന്നുപോയെങ്കിലും പിന്നീട് ഈ കാര്യങ്ങളിൽ ഇപ്പോൾ അത് പ്രസക്തമായിരിക്കുന്നത് ദേഹാസ്വസ്ഥം പ്രകടിപ്പിച്ചോ വീണിരിക്കുന്നു. അത് പരിശോധിച്ചു കഴിയുമ്പോൾ ഈ ആരോഗ്യസ്ഥിതി മൊത്തമായിട്ട് തന്നെ പരിശോധിക്കും. അപ്പോൾ അദ്ദേഹം ഈ നട്ടലിന് പരിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായി ഉന്നയിക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതിന്റെ പരിക്കിന്റെ ഒരു സ്വഭാവം എന്താണ്, എത്രത്തോളം അത് ഒരു ഗുരുതരാവസ്ഥയിലുള്ള ഒരു കാര്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയും. സ്വാഭാവികമായും ജയിലിലേക്ക് നീക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു വാദം ഒരുപക്ഷെ ഉന്നയിക്കപ്പെട്ടേക്കാം. പക്ഷെ അതിന് ആധികാരികമായ ഒരു തീരുമാനമെടുക്കേണ്ടത് ഡോക്ടർമാർ തന്നെയാണ്. അതിൽ തീരുമാനമെടുക്കേണ്ടത് ഡോക്ടർമാർ അവരാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ അവർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുത്താൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് തന്നെയായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ മാറ്റുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളൊരു സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു ആധികാരികമായ ഒരു ഉറപ്പ് വേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉറപ്പ് ലഭിച്ചതിന് ശേഷം ഡോക്ടർമാരുടെ ഒരു പരിശോധന കുറച്ച് സമയം കൂടി നീണ്ടു നിന്നേക്കും. കാരണം എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന വരും. ഒപ്പം നിലവിൽ അദ്ദേഹം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ അത് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഈ 2 രീതിയിലാണ് ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. എന്തായാലും നിലവിൽ മറ്റ് അസ്വസ്ഥതകൾ വിഷയങ്ങളില്ല എന്നുള്ള സൂചനകൾ വരുന്നു. എങ്കിലും അത് ഡോക്ടർമാർ ആധികാരികമായി അത് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിലൊരു തീരുമാനം വന്നതിന് ശേഷം മാത്രമായി ജില്ലാ ജയിലിലേക്ക് മാറ്റുന്നത് എപ്പോൾ എന്ന കാര്യത്തിലുള്ള ഒരു ഉറപ്പിലേക്ക് വരും. മാറ്റുകയാണെങ്കിൽ അത് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് തന്നെയായിരിക്കും. എന്തായാലും 2 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കോടതി ഇന്ന് ജാമ്യാപേക്ഷ തള്ളിയത്. ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അതിൽ കൃത്യമായി പറഞ്ഞാൽ അത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തന്നെയാണ് മുഖവിലക്കെടുത്തത്. ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അതോടൊപ്പം തന്നെയാണ് ഈ വലിയ സ്വാധീനമുള്ള പ്രബലനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് എല്ലാം തന്നെ ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്, വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനിടയിൽ തന്നെ ഈ പ്രതി പരാമർശങ്ങൾ ആവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി വൈകിയും ഇവിടെ ഇതേ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ പറഞ്ഞത് തനിക്ക് കുറ്റബോധമില്ലെന്നാണ് പറഞ്ഞത്. താൻ കുറ്റം ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറ്റബോധമില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു. ഒരു പശ്ചാത്തലവും പ്രകടിപ്പിക്കാത്ത ഒരു പ്രതി, അത് ഒരു സ്ത്രീക്കെതിരെയുള്ള ലൈംഗിക അതിക്രമമാണ്, താനൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നതാണ് പറയുന്നത്. പ്രതി പരാമർശങ്ങൾ ആവർത്തിക്കുന്നുവെന്ന പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് അത് മുഖവില നൽകേണ്ടി വന്നിരുന്നു. ജാമ്യം നൽകിയാൽ നീതി ലഭിക്കില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. കാരണം ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതാണ്. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കരുതലോടെ വേണമെന്ന കാര്യങ്ങൾ പറയുന്നു. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തന്നെയായിരുന്നു ഈ പ്രതി നടത്തിയിരുന്നത്. ഈ കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ ബോധ്യപ്പെട്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തന്നെയായിരുന്നു കോടതി മുഖവിലക്കെടുത്തത്. മറിച്ചുള്ള വാദങ്ങൾ, പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കോടതി തള്ളുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് അയക്കാൻ റിമാൻഡ് ചെയ്യാനാണ് ഉത്തരവ് ഇട്ടിരിക്കുന്നത്. അതിന്റെ ദേഹാസ്വസ്ഥം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഇപ്പോൾ അത് താൽക്കാലികമായി ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ആശുപത്രിയിൽ നിന്നുള്ള ഒരു തീരുമാനം കൂടി വരേണ്ടതുണ്ട്. അഭിലാഷ്.
നേരത്തെ ബോബി ചെമ്മണ്ണൂർ ഈ കോടതിയുടെ തീരുമാനം അറിഞ്ഞതിന് ശേഷം ദേഹാസ്വാസ്ഥ്യമടക്കം ഉണ്ടായ പശ്ചാത്തലമുണ്ടാകുന്നു, തളർന്നിരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അതിനുശേഷമാണിപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെ സാങ്കേതികമായി മെഡിക്കൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് ഡോക്ടർമാർ തന്നെയാണ് വിലയിരുത്തി പോലീസ് സംഘത്തെ അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഡാനി, ഇത്തരം ബുദ്ധിമുട്ടുകൾ പറയുന്ന സ്ഥിതിക്ക് അതിപ്പോൾ എത്രത്തോളം വസ്തുതാപരമാണ് എന്നത് ഡോക്ടർമാരാണ് നിശ്ചയിക്കേണ്ടത്. പക്ഷേ നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ആ പരിശോധനകൾ പ്രാഥമികമായി പൂർത്തിയാക്കുമല്ലോ. അതിനുശേഷമായിരിക്കുമല്ലോ കൃത്യമായൊരു റിപ്പോർട്ടിലേക്ക് ഡോക്ടർമാർ എത്തുക. പിന്നീടുള്ള നടപടികൾ പോലീസും തീരുമാനിക്കുക. അതെ, തീർച്ചയായും തന്നെ അത് തന്നെയാണ്. കാരണം ആ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഫിറ്റ്നസിനെ കുറിച്ചുള്ള സന്ദേശങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ തന്റെ വീഡിയോ സന്ദേശങ്ങളിലൂടെയും മറ്റും എല്ലാവർക്കും തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് വസ്തുതാപരമാണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ട് രീതിയിൽ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകളുണ്ട്, ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട് വീണു, അതിൽ പരിശോധന നടത്തും. ഒപ്പം അദ്ദേഹം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഇവിടെ ഡോക്ടർമാരുടെ അടുത്ത് ആവർത്തിക്കുകയാണെങ്കിൽ തനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, നട്ടെല്ലിന് പരിക്കേറ്റിട്ടുണ്ട്, അതോടൊപ്പം കാലിന് പരിക്കേറ്റിട്ടുണ്ട്, അൾസറുണ്ട്, ഇതുമൂലം തനിക്ക് ഒരു കൃത്യമായ ഒരു രീതിയും കാര്യങ്ങളും ചികിത്സയും കിടപ്പും എല്ലാം തന്നെ ആവശ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തനിക്ക് ജയിലിലേക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുകൾ, തന്റെ ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കും. ജയിലിലേക്ക് പോവുകയാണെങ്കിൽ അത് തന്റെ ആരോഗ്യത്തെ തന്നെ ജീവനത്തിനെ പ്രതികൂലമായി ബാധിക്കും എന്നെല്ലാം തന്നെ അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ ഡോക്ടർമാർ ഈ പറയുന്ന കാര്യങ്ങൾ എത്ര കണ്ട് ഗുരുതരമാണ് എന്നത് കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് ഒരു വിടുതൽ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും പലപ്പോഴും പല കേസുകളിലും നമ്മൾ ഇതുപോലെ സമാനമായ സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ചില പ്രതികൾ ഇങ്ങനെ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാറുണ്ട്, ചിലർക്ക് ആശുപത്രിവാസം അനുവദിച്ച് കിട്ടാറുണ്ട്, ആശുപത്രിയിൽ നിന്ന് ജാമ്യം എടുക്കുന്ന അവസ്ഥയിലേക്ക് വരാറുണ്ട്. ആ രീതിയിലേക്കെല്ലാം കാര്യങ്ങൾ പോകുമോ എന്നത് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തതയില്ല. എന്തായാലും ഡോക്ടർമാരാണ് കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കേണ്ടത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. പ്രമുഖ അഭിഭാഷകരെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടുള്ള വാദം ആയിരുന്നു ബോബി ചെമ്മണ്ണൂർ ഉന്നയിച്ചത് എങ്കിലും ആ വാദങ്ങൾ കോടതി തള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് ഇതിൽ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചത്. ബോബി ചെമ്മണ്ണൂരിന് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്, അത് തെറ്റായ സന്ദേശമായി മാറും. മാത്രവുമല്ല ഇനിയും മറ്റുള്ളവരെ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വ്യവസായ പ്രമുഖൻ കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ തുടങ്ങിയ വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കുമ്പോൾ ആ വാദങ്ങൾക്ക് കോടതി പ്രാഥമികമായി അംഗീകാരം നൽകുകയാണ് ചെയ്തത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇപ്പോൾ ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾ ആയിരുന്നു നടന്നത്. അതിനൊടുവിലാണ് കോടതി ജാമ്യം നിഷേധിക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിടുകയും ചെയ്യുന്നത്. ഒപ്പം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ആശുപത്രിയിലാണ്. അതെന്തുമാകട്ടെ, എന്തൊക്കെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെയും ഒപ്പം പ്രോസിക്യൂഷന്റെയും പ്രധാനപ്പെട്ട വാദങ്ങൾ? അഭിലാഷ്, അതായത് നടി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത്. താൻ മഹാഭാരതത്തിലെ കുന്തിദേവിയോട് ഉപമിച്ചത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്, അതിനെ തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ, ആ പ്രോഗ്രാമിന്റെ വീഡിയോ കാണണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുകയും ഉണ്ടായി. 2 തവണയും പ്രോഗ്രാമിന്റെ വീഡിയോ കാണണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുകയും അതേസമയം അത് കാണേണ്ടതില്ല എന്ന് പിന്നീട് കോടതി തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് സമൂഹത്തിന്, അതായത് ഇത്തരത്തിൽ സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുകയും അതുപോലെ തന്നെ ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്യുന്ന തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ആണ് ബോബി ചെമ്മണ്ണൂരിന്റെ എല്ലാ വീഡിയോകളിലും അത്തരത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ മെസ്സേജ് നൽകുമെന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നത്. ഈ ഒരു, അതായത് ബോബി ചെമ്മണ്ണൂർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിരുന്നു എന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. നല്ല രീതിയിൽ ഉപയോഗിച്ച വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. അതുപോലെ തന്നെ
നേരത്തെ മുതൽ ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചപ്പോൾ മുതൽ അന്വേഷണ സംഘ തലവൻ ACP C ജയകുമാർ നമ്മളോട് പ്രതികരിച്ചത് അത് ഓഫ് ദ റെക്കോർഡ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്തപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഇത്തരത്തിൽ മുൻപ് അദ്ദേഹം ചെയ്തിട്ടുള്ള വീഡിയോകൾ അതല്ലെങ്കിൽ നിരവധി ഇന്റർവ്യൂകൾ ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള വീഡിയോകൾ ഇതൊക്കെ അതായത് ഹണി റോസുമായി ബന്ധപ്പെട്ട അല്ലാതെ തന്നെ അദ്ദേഹം ഓൾറെഡി അത്തരത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ റെഫറൻസിന് വേണ്ടിയിട്ടും അതുപോലെ അദ്ദേഹം ഇത്തരത്തിലാണ് സ്ത്രീകളെ പറ്റി പരാമർശിക്കുന്നത് എന്നുള്ള തരത്തിൽ എന്ന മെസ്സേജ് അല്ലെങ്കിൽ എന്ന് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് അക്കാര്യത്തിലുള്ള സഹായം ആളുകളിൽ നിന്ന് തന്നെ കിട്ടിയതിന് തന്നെ പോലീസ് ഭാഗത്തുനിന്നും വ്യക്തത ഉണ്ടായിരുന്നു. അത് മാത്രമല്ല BNS 75(1)ഉം 4ഉമാണ് ഈ അതായത് ലൈംഗിക അധിക്ഷേപം സ്ത്രീകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തുന്നതിന്റെ വിവിധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 4 ഡിവിഡന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വകുപ്പായിരുന്നു ചുമത്തിയിരുന്നത്. 1ഉം 4ഉമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരുന്നത്. ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ അതായത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സ്ത്രീകൾക്കെതിരെ ഏത് തരത്തിലുള്ള ലൈംഗിക അധിക്ഷേപം നടത്തിയാലും അതായത് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും ലൈംഗിക അധിക്ഷേപം സ്ത്രീകളെ പറ്റി മോശമായി സംസാരിക്കും ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്നതൊക്കെ ലൈംഗിക അതിക്രമത്തിന്റെ ഭാഗത്തിൽ പെടുമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരാമർശം കൂടി നടത്തിയിരുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അതായത് ഈ വളരെ അടുത്ത ദിവസങ്ങളിലാണ് ഹൈക്കോടതി അത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയത്. ലൈംഗിക ചുവയുടെ സ്ത്രീ ശരീരത്തെ വർണ്ണിക്കുന്നതിന് ലൈംഗിക അതിക്രമം എന്ന് പറയാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വാദം പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. മാത്രമല്ല ഈ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബോബി ഒളിവിൽ പോകാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് 4 വശത്തുനിന്നും അത്തരത്തിൽ പൂട്ടിയിട്ടാണ് അത് എല്ലാ പഴുതുകളും അടച്ച ശേഷമാണ് ഈ അറസ്റ്റ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അറസ്റ്റിനുള്ള നീക്കം ഉണ്ടാകുന്നത്. അങ്ങനെ പോലീസ് അതിൽ ഇനിഷ്യേറ്റീവ് എടുത്ത ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം പ്രോസിക്യൂഷൻ കോടതി ചൂണ്ടിക്കാട്ടി. കാരണം ഇതൊരു വ്യവസായിയാണ്. ഏത് ജാമ്യം ലഭിച്ചാൽ തന്നെ വേണമെങ്കിൽ പുറത്തേക്ക് വിദേശത്തേക്ക് പോയി കളയാം അല്ലെങ്കിൽ ഒളിവിൽ പോയി കളയാം ആ ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകേണ്ട സാഹചര്യം ഇല്ല ഇപ്പോൾ. മാത്രമല്ല IPC അല്ല ഇപ്പോഴത്തെ നിയമം. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ചുമത്തിയ വകുപ്പുകൾ ജാമ്യം നിഷേധിക്കാൻ പോകുന്നതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വകുപ്പുകളാണ് BNS വകുപ്പുകൾ പ്രകാരം ചുമത്തിയിട്ടുള്ളത്. തന്നെയല്ല പ്രതി പരാമർശങ്ങളൊക്കെ ആവർത്തിക്കുകയാണ്. അതായത് കുറ്റബോധമില്ല അല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇത്രയും സമൂഹം മുഴുവൻ അതിനെതിരെ നിൽക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയായതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ബോബി ചെമ്മണ്ണൂരിനെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം വൈദ്യപരിശോധന പൂർത്തിയായി എന്ന് വേണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. കൂടുതൽ ചികിത്സയോ അല്ലെങ്കിൽ പരിശോധനകളോ ഡോക്ടർമാർ നിർദ്ദേശിച്ചോ എന്നതിനും വ്യക്തത കൈവരേണ്ടതുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, നിരവധി ബുദ്ധിമുട്ടുകൾ ശാരീരികമായ പ്രശ്നങ്ങൾ ബോബി ചെമ്മണ്ണൂർ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ വിവിധ വിഭാഗങ്ങളിലുള്ള പരിശോധനകൾ നടക്കുന്നു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ് യെസ്, എന്തായാലും വൈദ്യപരിശോധന പൂർത്തിയായിട്ടില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. നേരത്തെ നട്ടെല്ലിന് ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ട്, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എന്നതൊക്കെ പരാതിയായി ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിൽ അത്തരം പരിശോധനകൾ കൂടി നടത്തേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ആശുപത്രിയിലെ നടപടിക്രമമാണ്, അത് സാങ്കേതികമായ നടപടിക്രമങ്ങളാണ്. ഡോക്ടർമാർ ആണ് അതിൽ തീരുമാനം എടുക്കേണ്ടത്. വൈദ്യപരിശോധനയിൽ പ്രാഥമികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് കണ്ടാൽ കൂടുതൽ പരിശോധനകൾ നടത്തും. എന്തായാലും ഡാനി, ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആശുപത്രിയിൽ തന്നെയാണ് തുടരുന്നത്. ഓരോ വിഭാഗങ്ങളിലായി പരിശോധന നടത്തുകയാണോ? എന്താണ് അവിടെ നടക്കുന്നത്? വൈദ്യപരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാകുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഇതിൽ എക്സ്റേ അടക്കം എടുത്തിട്ടുണ്ട്. പക്ഷെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വിടുതൽ നൽകുകയാണ്. എറണാകുളം
ജില്ലാ ജയിലിലേക്ക്, കാക്കനാടുള്ള ജില്ലാ ജയിലിലേക്കാണ് പോകുന്നതെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവിടുത്തെ പരിശോധനകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ പോലീസ് ജീപ്പ് ഇവിടേക്ക് എത്തിക്കാനുള്ള ഇവിടുത്തെ തിരക്കുണ്ട്. ആശുപത്രി പരിസരമാണ്, അതുകൊണ്ട് തന്നെ അല്പം മാറ്റിയിരുന്നു. ഇവിടേക്ക് എത്തുവാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. എറണാകുളം ജില്ലാ ജയിലിലേക്ക്, കാക്കനാട് ജയിലിലേക്കാണ്. അതായത് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ മാറ്റുന്നു എന്ന് തന്നെയാണ്. ഏതായാലും വൈദ്യപരിശോധന അടക്കം കഴിഞ്ഞിരിക്കുന്നു. ദേഹാസ്വസ്ഥം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് വൈദ്യപരിശോധനയിലേക്ക് അടക്കം വേണ്ടി വന്നത്. ഇപ്പോൾ അത് പൂർത്തിയായിരിക്കുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എറണാകുളം ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ്, കാക്കനാടുള്ള എറണാകുളം ജില്ലാ ജയിലിലേക്ക് മാറ്റുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വൈദ്യപരിശോധന പൂർത്തിയാകുന്നു എന്നതാണ്. അല്പസമയത്തിനകം തന്നെ പോലീസ് വാഹനം ഇവിടേക്ക് എത്തും. ഇതിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയത് ദേഹാസ്വസ്ഥം പ്രകടിപ്പിച്ചതിന്റെ ഒരു അടിസ്ഥാന കാരണങ്ങളെല്ലാം തന്നെ ചൊല്ലിയായിരുന്നു. പക്ഷെ അത്തരം മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, രക്തസമ്മർദ്ദം മറ്റു കാര്യങ്ങളോ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നതിന് ശേഷം വീണ്ടും എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു. കാരണം ഇദ്ദേഹത്തിന്റെ പരിക്ക് ഇത് വന്നപ്പോൾ തന്നെയും കോടതി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആമുഖമായി തന്നെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പരിക്കുണ്ട് എന്നാണ്. പക്ഷെ അത് പോലീസുകാർ വഴിയല്ല, താൻ കഴിഞ്ഞ ദിവസം വീണിരുന്നു, നട്ടലിനും കാലിനും പരിക്കുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ അതൊന്നുകൂടി പരിശോധിച്ചിരിക്കുന്നു, എക്സ്റേ അടക്കം പൂർത്തിയാക്കിയിരിക്കുന്നു. മറ്റു കുഴപ്പങ്ങളില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മരുന്നുകൾ നൽകിയിരിക്കുന്നു. ഈ മരുന്നുമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ജില്ലാ ജയിലിലേക്കാണ്, കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ ഉടൻ തന്നെ ജയിലിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. ഇനി കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളടക്കം, ഇപ്പോൾ ആശുപത്രിയാണ്, അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടമടക്കം അവിടെയുണ്ട്. പോലീസ് വാഹനത്തിൽ അല്പസമയത്തിനകം തന്നെ കാക്കനാട് ജയിലിലേക്ക് മാറ്റും ബോബി ചെമ്മണ്ണൂരിനെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 14 ദിവസത്തേക്കാണ് കോടതി ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നാളെ തന്നെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ പറയുന്ന സാഹചര്യമുണ്ട്. ഒപ്പം കോടതിയിൽ വാദത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അടക്കം അനുഭവപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആണ് വിശദമായ പരിശോധന നടത്തിയത്. എന്നാൽ പ്രാഥമികമായി നടക്കുന്ന ഈ പരിശോധനയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിലേക്ക് മാറ്റും എന്നുള്ളതാണ്. പ്രമുഖ അഭിഭാഷകരെ അടക്കം അണിനിരത്തിക്കൊണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇന്ന് വാദമുഖങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ ആ വാദമുഖങ്ങളെല്ലാം തന്നെ കോടതി തള്ളിയ പശ്ചാത്തലത്തിൽ ആണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ജയിലിലേക്ക് പോകേണ്ടി വരുന്നത്. തന്നെ നിരന്തരം പിന്തുടർന്ന് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് പരാതിക്കാരി പറയുന്നത് എന്ന വാദം പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിക്കുകയും ചെയ്തു. മാത്രവുമല്ല, രഹസ്യമൊഴി കോടതിക്ക് നൽകിയ പശ്ചാത്തലത്തിൽ കൂടുതൽ വകുപ്പുകളടക്കം ചുമത്തേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും എന്നുള്ളതും പ്രോസിക്യൂഷന്റെ വാദമായിരുന്നു. പ്രതി സമ്പന്നനാണ്, സ്വാധീനശേഷിയുള്ള ആളാണ്, വിദേശത്തടക്കം വ്യാപാരം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് കടക്കുവാനുള്ള സാധ്യതയുണ്ട്. പരാതിയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, പിന്തുടർന്ന് തന്നെ ആക്ഷേപിച്ചു, അവഹേളിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അപായപ്പെടുത്തുവാനുള്ള സാധ്യത പോലും, പരാതിക്കാരിയെ അപായപ്പെടുത്തുവാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകില്ല എന്ന വാദം ആയിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ആ വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വൈദ്യപരിശോധനയാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഇനി ജയിലിലേക്ക്, കാക്കനാട് ജയിലിലേക്ക് ആണ് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോകുന്നത്. അല്പസമയത്തിനകം തന്നെ പോലീസ് വാഹനത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് കൊണ്ടുപോകും എന്നാണ് വ്യക്തമാകുന്നത്. നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂർ ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ വിശദമായ പരിശോധന തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ മാറ്റുകയും ചെയ്യും. നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ആണ് ഇപ്പോൾ പ്രമുഖ വ്യവസായി കൂടിയായ ബോബി ചെമ്മണ്ണൂർ അഴിക്കുള്ളിൽ ആകുന്നത്. ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് ജാമ്യത്തിനായുള്ള നീക്കം നടത്തുമ്പോൾ അത് ലഭിക്കുമോ ഇല്ലയോ എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും നിലവിൽ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളത്.
ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണല്ലോ, എന്താണ് മറ്റു വിവരങ്ങൾ? ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്, ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. എന്നാൽ വൈകാതെ തന്നെ ഇവിടെ നിന്ന് പോലീസ് വാഹനം എത്തുന്ന മുറയ്ക്ക് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അത് ജില്ലാ ജയിലിലേക്ക് തന്നെയാണെന്നാണ് അറിയുന്നത്. കാക്കനാട് ജില്ലാ ജയിലിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്നും കൂടി അറിയുന്നത് മേൽക്കോടതിയിലേക്ക്, പ്രത്യേകിച്ച് ഹൈക്കോടതിയിലേക്ക് അടക്കം നാളെ അപേക്ഷിക്കാനുള്ള മുഴുവൻ സാധ്യതയും നിലനിൽക്കുന്നു. ആ രീതിയിലുള്ളൊരു നീക്കം തന്നെയും പൂർത്തിയാക്കിയിരിക്കുന്നു എന്നതാണ്. പരമാവധി വേഗത്തിൽ തന്നെ അത് കേസ് എടുപ്പിക്കുക, കേസ് വളരെ പെട്ടെന്ന് ശിക്ഷ നേടുക, പെട്ടെന്ന് പരിഗണനയിലേക്ക് വരിക എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ന് ഏതായാലും ജില്ലാ ജയിലിലേക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ്. കാരണം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി തലകറങ്ങി ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു. ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു, കോടതിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ ആശുപത്രിയിൽ അത്തരം പരിശോധനകൾ പ്രാഥമികമായിട്ട് തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട രീതിയിലുള്ളൂ. അതായത് ഡോക്ടർമാരെ വിടുതൽ നൽകിയിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ്. അതിൽ എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും തന്നെ തന്റെ പരിക്കിന്റെ സ്വഭാവം എല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കാം അത്ര ഒരു എക്സ്റേയും കാര്യങ്ങളും എല്ലാം തന്നെ നീക്കേണ്ടി വന്നത്. എന്തായാലും അതിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ പോലീസ് വാഹനം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. പോലീസ് വാഹനം എത്തിയാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അത് ജില്ലാ ജയിലിലേക്കാണ്, കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഏതായാലും ഇവിടെ നിന്ന് പുറപ്പെടാനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളുമായിരിക്കുന്നു. പോലീസ് വാഹനം എത്തിയിരിക്കുന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഇവിടേക്ക് കയറ്റാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് വന്നിരിക്കുന്നു എന്നതാണ്. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ഇവിടേക്ക് പോലീസ് വാഹനത്തിലേക്ക് മാറ്റും. പിന്നീട് കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് കൊണ്ടുപോവുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഏതായാലും ഇന്നലെ മുതൽ തുടങ്ങിയ ഈ ഒരു വിഷയങ്ങൾ അത് ഇപ്പോൾ ഒരു നാടകീയമായ രംഗങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ്. വാഹനത്തിനകത്തേക്ക് കയറ്റുന്നു. വലിയ രീതിയിലൊരു ബഹളത്തിലേക്ക് അത് നീങ്ങുന്നു എന്നതാണ്. പോലീസ് വാഹനത്തിന് ബോബി ചെമ്മണ്ണൂരിനെ വാഹനത്തിനകത്ത് പ്രവേശിപ്പിച്ചു. കാക്കനാട് ജയിലിലേക്ക് പുറപ്പെടുന്നതിനുള്ള വാഹനത്തിൽ, അതായത് വലിയ തിരക്കുകൾ അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിൽ പ്രധാന കവാടത്തിലൂടെയല്ല ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോയത് എന്നതാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കമുണ്ട്, വലിയ ആൾക്കൂട്ടമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന പശ്ചാത്തലം. ആശുപത്രിയാണ്, അവിടെ നിന്ന് ആളുകളെ മാറ്റുക എന്നതും പ്രായോഗികമല്ല. ജില്ലാ ആശുപത്രിയിൽ നിരവധിയായ രോഗികൾ അടക്കം വന്ന പശ്ചാത്തലത്തിൽ ആണ്. എന്തായാലും വലിയ പ്രതിസന്ധിയുണ്ട്. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട ഒരു പ്രതിയെ ആണ് ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട്. വളരെ സുരക്ഷിതമായി തന്നെ ജയിലിലേക്ക് എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. വലിയ ആൾക്കൂട്ടം, മാധ്യമപ്രവർത്തകരുടെ വലിയ നിരയൊക്കെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു കവാടത്തിലൂടെ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് വാഹനത്തിൽ പുറത്തേക്ക് ഇറക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ സിനിമയ്ക്ക് വേണ്ടിയാണ് അത്ര പ്രവർത്തനം. അതായത് അവരെ ബോധം കെട്ടി വീണ് സാറ് വണ്ടി അവിടെ വലിച്ചു സാറിന് വളരെ ക്രൂരമായിട്ട് ഒരു കൊലപാതകനെ കൊണ്ടുപോയത്. എന്താണ് സാർ ചെയ്ത തെറ്റെന്നാണ്? സാറ് കൊണ്ടുപോയത് കുത്തിപ്പിടിച്ച ഒരു കൊലപാതകനെ കൊണ്ടുപോയത് എന്ത് ചെയ്ത് സാറ്? എങ്ങോട്ടാ കൊണ്ടുപോയത് അറിയത്തില്ല. കൊണ്ടുവരുന്നത് അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. സാറ് ഞങ്ങൾ ഈ വാഹനം തല്ലി പൊളിക്കുന്നവർ ശരിയായ നടപടിയാണോ? അപ്പൊ രോഗിയെ അവർ പിടിച്ചുകൊണ്ടുപോകണ്ടില്ല. അത് പോലീസുകാർ അവരുടെ നിയമം. ലജ്ജാകരമായ ദൃശ്യങ്ങൾ എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുള്ളൂ. നിയമപരമായി ഞങ്ങളൊന്ന് കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല. അയാൾ ആ വണ്ടി കയറുമ്പോ മിണ്ടുന്നില്ല. അയാൾക്ക് ബോധമില്ല. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. അയാൾ
ഇനി അവിടെ എന്താ വേറെ തിരിച്ചു വരികയാണ്. ആദ്യത്തെ ECG ചെറിയ വേരിയേഷനെ കാണുന്നുള്ളൂ. രണ്ടാമത്തെ എടുക്കാൻ വേണ്ടി ഡോക്ടർ തയ്യാറായി വന്നതാ. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. എനിക്കറിയില്ല, ഇനി ഉദ്യോഗസ്ഥർ ഇടപെടേ ശരിയാവുള്ളൂ. കാരണം ഇത് ശരിയുള്ള ഏർപ്പാടില്ല, മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത്. കൃത്യമായ പരിശോധന നടന്നില്ല. കൃത്യമായ, അതായത് കോടതി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കൃത്യമായ ഡയറക്ഷൻ കൊടുത്തതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറെ കൊണ്ടുപോയി കാണിച്ച് സാക്ഷ്യപ്പെടുത്തി കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷെ അതുപോലും പാലിക്കപ്പെട്ടിട്ടില്ല. ഇവിടുന്ന് പോലീസിന്റെ ഗുണ്ടായിസമാണ് നടന്നത്. ഇത് കൃത്യമായി ഏതോ വാർത്ത വളച്ചൊടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചന ഭാഗമാണെന്ന് ഞങ്ങൾ ഇപ്പൊ കാക്കനാട് ജയിലിലേക്ക് ഉണ്ടായിരുന്നു. വിനീത, ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോയിരിക്കുന്നത്. അതായത് വളരെ ലജ്ജാകരമാകുന്ന പ്രതികരണങ്ങളടക്കം ഫാൻസ് എന്ന് പറയുന്ന വിഭാഗം ഇപ്പോൾ വാഹനമടക്കം തടഞ്ഞു നിർത്തുന്നു. കോടതിക്ക് മുന്നിൽ എത്തിയ പ്രതിയാണ്. കോടതി വാദമുഖങ്ങൾ കേട്ട ശേഷമാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പ്രതിയെ കോടതിയിൽ നിന്ന് നേരെ ആശുപത്രിയിലേക്ക് പോലീസ് സംഘം എത്തിച്ചു. ആ പരിശോധനയ്ക്ക് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വാഹനം തടയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വാഹനത്തിന് വട്ടം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതും നമ്മുടെ കേരളത്തിൽ നടക്കുന്നു എന്നത് തന്നെയാണ്. ഡാനി, എന്താണ് ഈ ഫാൻസിന്റെ പ്രതികരണം? ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആയിരുന്നു ഫാൻസ് വാഹനം തടഞ്ഞ് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ആരോഗ്യനിലയെക്കുറിച്ചാണ് അവരുടെ ആശങ്ക. പോലീസ് കൃത്യമായ പരിശോധന നടത്താൻ അനുവദിച്ചില്ല എന്നതുൾപ്പെടെയാണ് അവർ പറയുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന അങ്ങേയറ്റം ലജ്ജാകരമാകുന്ന ദൃശ്യങ്ങൾ ആണ് കണ്ടത്. ഒരു സ്ത്രീയെ അധിക്ഷേപിച്ച് ലൈംഗിക അധിക്ഷേപ കേസിൽ കോടതിക്ക് മുന്നിൽ എത്തിയ പ്രതി, കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ തടയുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. എന്താണ് സംഭവിച്ചത് ഡാനി? ഹലോ 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 കേൾക്കുന്നില്ലടാ. ഇവിടെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം വരെ ഇവിടേക്ക് എത്തിയിരുന്നു. അവർ ഇന്ന് രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ട്. അത് പ്രധാനമായിട്ടും അവർ പറയുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് വേണ്ടത്ര രീതിയിലൊരു പരിശോധനകൾ നടന്നിട്ടില്ല എന്നതാണ് അവർ പറയുകയും ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള ECG അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു, അതുണ്ടായില്ല എന്നാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്താണ് നിങ്ങൾ കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് കോടതി വിട്ടത്. അതിനു മുന്നേ കൊണ്ടുവന്ന സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം അവിടെ നിന്ന് മയങ്ങി വീണപ്പം സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ജില്ലാ ആശുപത്രി കാണിച്ചിട്ട് കൊണ്ടുപോകണമെന്ന ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ നടപ്പിലാക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവരികയും ഡോക്ടർ റൂമിലേക്ക് ഒരാളെ പോലും കയറ്റാതെ, ഒരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെയോ എന്താണ് അവിടെ സംഭവിക്കുന്നത് പോലും അറിയിക്കാതെ അതിനുള്ളിൽ കയറ്റാതെ ഇരുന്നു. അത് കഴിഞ്ഞ് കൊണ്ടുവന്ന ഒരു ഇരുട്ടുമുറിയിൽ ഇടിച്ചവും വെളിച്ചവും ഇതും ഇല്ലാത്തൊരു നെഞ്ചുവേന എന്ന് പറഞ്ഞ് വന്ന പേഷ്യന്റ് എന്നെയാണ് ഒരു ഇരുട്ടും വെളിച്ചവും ഇല്ലാത്ത റൂമിലിട്ട് പൂട്ടിയത്. അവിടെ ചോദ്യം ചെയ്തവരെ വീഡിയോ എടുത്ത് പേടിപ്പിക്കുകയും ഇതൊരു ആക്ടാക്കി മാറ്റുകയും ചെയ്യുമെന്നാണ് പോലീസ് ഭീഷണിപ്പെടുത്തിയത്. അത് ഇനിയിപ്പോൾ ആരൊക്കെ പേരിൽ ആ കേസ് വരും എന്നറിയില്ല. പോലീസ് വാഹനം തടഞ്ഞു പറഞ്ഞാൽ അവർ ആവശ്യപ്പെട്ടത് ഞാനും കേട്ടതാണ്, ആ ഇരുട്ട് മുറിയിൽ ലൈറ്റ് ഫാൻ ഇട്ട് കൊടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതുപോലും ചെയ്യാതെ പോലീസ് ആ ഇരുട്ട് മുറിയിലിട്ട് ബാക്ക് ഡോർ വഴി കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇത് ശരിക്കും പോലീസ് ഗുണ്ടായിസം കാണിച്ചതാണ്. ഇത് ശരിയല്ല, അഗെയിൻസ്റ്റ് ലോ ആണ്. ഒക്കെ ആയിക്കോട്ടെ, ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ആളായിക്കോട്ടെ, ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ ചെയ്തത് ശരിയല്ല. പക്ഷെ അതൊരിക്കലും പോലീസ് വാഹനം തടഞ്ഞതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അക്രമത്തെ ന്യായീകരിച്ചോ അല്ല. പക്ഷെ ഞങ്ങളൊക്കെ ശ്രമിച്ചത് ഒരാൾക്ക്, കുറ്റാരോപിതനായ ഒരാൾക്ക് കിട്ടേണ്ട മിനിമം പരിരക്ഷ, നിയമപരിരക്ഷ കിട്ടണം. അത് ഇന്ന് കിട്ടിയിട്ടില്ല, അത്രയേ പറയാനുള്ളൂ. അതായത് സുഹൃത്തെ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ നിന്ന് വിധി കേൾക്കുന്നതിന് മുന്നേ തന്നെ ആള് BP കുറഞ്ഞ് ഡൗൺ ആണ്. വിധി കേട്ട ഉടനെ ആൾ അവിടെ ഫേഡായി വീണപ്പോൾ പോലീസുകാർ നാരങ്ങ വെള്ളം കൊടുത്ത് ഒതുക്കാൻ നോക്കി. അപ്പോൾ നാരങ്ങ വെള്ളം പോരാ, ഞങ്ങൾ സബ്മിഷൻ പറഞ്ഞു കോടതിയിൽ, ജില്ലാ മെഡിക്കൽ ഓഫീസറെ കാണിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ എന്നുള്ളത്. അങ്ങനെ കോടതി അത് ഉത്തരവാക്കി. അത് പേരിന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. 4 പോലീസുകാർ ആരും കയറ്റാതെ ഡോക്ടറോട് സംസാരിച്ചു.
അതായത് അവർക്ക് ആവശ്യം ഇന്ന് അവിടെ കൊണ്ട് ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ്. അത് ആരുടെ നടപടിയാ എന്താണെന്നൊന്നും അറിയില്ല. കൃത്യമായി പരിശോധന നടന്നോന്ന് വെച്ചാൽ ഞങ്ങൾ കയറി രണ്ടാമത് അതായത് കച്ചറ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ എന്നാണ് വക്കീൽ നിലയ്ക്ക് ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു വേരിയേഷനെ കണ്ടിട്ടുള്ളൂ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ പരിശോധനയ്ക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അതല്ല വിഷയം, അവിടെ ഇരുട്ട് മുറിയിലാണ് അടച്ചിട്ടിരിക്കുന്നത് പറഞ്ഞു. അത് നോക്കാൻ ഡോക്ടർ ഓടി വരുന്ന സമയം കൊണ്ട് ഇപ്പുറത്തെ ഡോർ തുറന്ന് ഓടിക്കൊണ്ട് കളഞ്ഞു. അത് ശരിയുള്ള ഏർപ്പാടല്ല. ഡോക്ടർക്ക് നോക്കാനുള്ള സാവകാശം അവർ കൊടുത്തില്ല. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അവർ വ്യക്തമാക്കിയേ പറ്റൂ. അറിയില്ല, ആർക്കും അറിയില്ല. ഒരു അഡ്വക്കേറ്റ് എന്ന നിലക്ക് എന്നോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ആരോടോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നില അറിയില്ല. പിന്നെ എന്തിനു തീർക്കപ്പെട്ട് കൊണ്ട് ഇന്നെന്താ എപ്പം കൊണ്ടായാലും അവിടെ ആക്കിക്കൂടെ? വാഹനം തടയാൻ എന്ന് പറഞ്ഞാലുണ്ട്, പ്രകോപനപരമായി തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ന്യായീകരിക്കില്ല. പക്ഷേ നമ്മളുടെ ആവശ്യം എന്താ വെച്ചാൽ ഇരുട്ട് മുറിയിൽ അടച്ചിട്ടിട്ട് നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, അല്ലെങ്കിൽ ആ റൂം ഇപ്പോഴും നോക്കിയാൽ കാണാം, വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. അതിനകത്ത് ലൈറ്റില്ല, ഫാനില്ല. ആ റൂമിലാണ് നെഞ്ഞുവേന വന്ന ഒരാളെ 15 മിനിറ്റോളം ഇരുത്തിയത്. എന്നിട്ട് ഡോക്ടറെ വിളിച്ച് കൊണ്ടുവന്ന് രണ്ടാമത് ECG എടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു വഴിക്ക് ഇറക്കി കൊണ്ടുപോയിട്ടുണ്ടായത്. അതിനാണ് എതിരാണ് ഞങ്ങൾ പറയുന്നത്. അഭിലാഷ, അദ്ദേഹം പറയുന്ന കുറെ നേരമായി ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചാണ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്ന കുറെ പേർ ഇവിടേക്ക് എത്തിയിരുന്നു. അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധനകളടക്കം നടന്നില്ല എന്നതാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അങ്ങനത്തെ ബിസിനസ്സുകാരുണ്ടോ ലോകത്ത്? ഈ കേരളത്തിലുണ്ടോ? ഇതെന്തിനാ പോലീസ് ഇങ്ങനെ പെറുക്കി കൊണ്ടുപോകണം? ഇയാള് അകത്തായൊക്കെ ബുദ്ധിമുട്ടുകൾ. ഡോക്ടർ കാർഡിയോളജിക്ക് മധ്യം വേണ്ടി ഇതിനു വേണ്ടി എഴുതി വെച്ച റിപ്പോർട്ട് അടക്കം കൊണ്ടുപോയെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത്. എന്തിനാ ഇയാളെ പെറുക്കി കൊണ്ടുപോകേണ്ട ആവശ്യം എന്താ? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല കേട്ടോ, ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. കോടതി ആയിക്കോട്ടെ, മനുഷ്യന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എന്താ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരും സമ്മാനം പറയും? ജുഡീഷ്യൽ സമ്മാനം പറയോ? ഇതൊരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ അധിപനല്ലേ? സാധാരണക്കാരനാണ് അയാള്. നമ്മൾ നിങ്ങളമാര് സാധാരണക്കാരനാണോ? അയാളൊരു പ്രസ്ഥാനത്തിന്റെ അധിപനാണ്, സാധാരണക്കാരനല്ല അയാള്. അത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന, ലക്ഷക്കണക്കിന് ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന, ഒരു ദിവസം കൈക്കൂമ്പിളിൽ കൊണ്ടെടുക്കുന്ന ഒരു മനുഷ്യനാണ് ആള്. അയാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലും ഒപ്പം നിൽക്കണ്ടേ? എന്തിനങ്ങനെ ഇങ്ങനെ ഒരു വലിയൊരു പ്രയാസം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഇന്ന് ആലോചിക്കേണ്ടങ്ങളൊക്കെ നാട്ടിലൊരു പ്രസ്ഥാനല്ലേ, ഒരു പ്രയാസത്തില്ലേ, പ്രസ്ഥാനങ്ങൾ ഒരു ഭരണകൂടല്ലേ, ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന സാധനങ്ങളൊന്നുമല്ല. ഇതിനൊക്കെ പ്രത്യേകത ആ രീതിയിൽ നിയമപരമായിട്ട് നേരിടും. അങ്ങനത്തെ ഒരാളാണോ ബോച്ചെ? നിങ്ങൾ പറയും. ഇത്രയും മീഡിയക്കാരില്ലേ? ഒരു നോട്ടീസ് 7 കൊല്ലത്തിന് ശിക്ഷ കിട്ടുന്ന ഒരു സാധനം, അതിന്റെ താഴേക്ക് പിന്നെ ശിക്ഷ കിട്ടുന്ന ഒരു സാധനം നോട്ടീസ് കൊടുത്താൽ 35 നോട്ടീസ് കൊടുത്താൽ ഹാജരാവേണ്ട ഒരു മനുഷ്യൻ ഇയാളെന്തിനാ പെറുക്കിക്കൊണ്ടിരുന്നത്? ഈ റൂമിൽ ഇരുട്ടത്തെ റൂമിലാണല്ലേ എന്താണ് പറഞ്ഞത്? അഭിലാഷ, ഇപ്പോഴും ഈ ഒരു പ്രതിഷേധങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഈ ആശുപത്രി പരിസരത്ത് ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ആവശ്യമായ മതിയായ രീതിയിലുള്ള ഒരു പരിശോധന ഇവിടെ ലഭ്യമാക്കിയിരുന്നില്ല എന്നാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് പരിശോധനകൾ അവസാനിപ്പിച്ചു. ഇന്ന് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകണമെന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു എന്നെല്ലാമാണ് ഇവർ ആരോപിക്കുന്നത്. അതിൽ പ്രകോപിതരായിക്കൊണ്ട് തന്നെയാണ് ഈ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്ന കുറേ പേർ ഈ വാഹനം തടയാൻ, പോലീസ് വാഹനം തടയാൻ അടക്കമുള്ള കാര്യങ്ങളിൽ ശ്രമം നടത്തിയതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് ആളുകളെല്ലാം തന്നെ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും ചിലർ അവശേഷിക്കുന്നു. അവർ പ്രധാനമായിട്ട് തന്നെ പറയുന്നത് ഈ മുറിയിൽ ഇവിടെ കൊണ്ടുവന്നാണ് ഇരുത്തിയത്, അവിടെ ഒരു സൗകര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നതാണ് അവർ പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ വെളിച്ചം വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഈ ഇരുട്ടുമുറിയായിരുന്നു, നേരത്തെ ഇവിടെ മതിയായ സൗകര്യം നൽകിയില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെയും ഇവിടെ കൂടുതൽ പരിശോധനകൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരം പരിശോധനകൾ ലഭ്യമാക്കിയില്ല. തിരക്കിട്ട രീതിയിൽ പരിശോധന
പരിശോധനകൾ നടത്തി തിരക്കിട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ഇവർക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു. മതിയായ രീതിയിലുള്ള പരിശോധനകൾ ലഭ്യമാക്കിയിരുന്നില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങളുമായിട്ടാണ് ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ പോലീസ് വാഹനമടക്കം തടയുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ വന്നിരുന്നത്. പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസ് വാഹനം തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കുറേ പേർ പോലീസ് വാഹനം തടയാൻ ശ്രമിച്ചു. പിന്നെ പോലീസ് അവരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തതിന് ശേഷമാണ് വാഹനം മുന്നോട്ടെടുത്ത് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ട് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് പോകുന്നത്. അത്യന്തം നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ദിവസവും പോകുന്നത്. ഇന്നലെ വളരെ നാടകീയമായി പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ അതേപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ പോലീസിന് ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടി വരുന്നു. ഇവിടെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവരുടെ ഒരു ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധമുണ്ടാകുന്നു. പോലീസ് ജീപ്പ് തന്നെ തടയാൻ ശ്രമിക്കുന്നു എന്നതാണ്. പോലീസ് ജീപ്പിന് തന്നെ അതിന് മുന്നിൽ തന്നെ ബലമായി ആളുകൾ കൂടുന്നു. പിന്നീട് പോലീസ് അവരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തതിന് ശേഷം മാത്രമാണ് പോലീസ് വാഹനം മുന്നോട്ടെടുക്കാൻ പോലും കഴിഞ്ഞത്. അങ്ങനെ തികച്ചും നാടകീയമായ രീതിയിൽ തന്നെയാണ് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. അഭിലാഷ്, ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്പസമയം മുമ്പാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയത്. ആ സമയത്ത് ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവരുടെ വലിയ ആൾക്കൂട്ടമുണ്ടാവുകയും അവർ വാഹനമടക്കം തടയുകയും ചെയ്യുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. ഇരുട്ടുമുറിയിലടക്കം ബോബി ചെമ്മണ്ണൂരിനെ ഇരുത്തി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ആൾക്കൂട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുയായികളായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. ആ ആൾക്കൂട്ടങ്ങൾക്കപ്പുറത്ത് പോലീസിനെ തടയുന്ന മറ്റൊരു ജനതയെയും നമുക്ക് കാണാനും സാധിച്ചിരുന്നില്ല. പോലീസ് വാഹനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് വാഹനം തടയാൻ ശ്രമിക്കുന്ന അനുകൂലികളെ അടക്കമാണ് നമ്മൾ കണ്ടത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം ആണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. വൈദ്യപരിശോധന അടക്കം നടത്തിയിട്ടാണ് ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. പക്ഷേ അനുകൂലികൾ അത്തരത്തിലല്ല. അവർ വാഹനമടക്കം തടയുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. പോലീസ് വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബോബി ചെമ്മണ്ണൂരുമായി പുറപ്പെട്ട പോലീസ് വാഹനമടക്കം തടഞ്ഞു നിർത്തിയുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. പിന്നീട് അവരെ തള്ളിമാറ്റിക്കൊണ്ട് പോലീസ് ബോബി ചെമ്മണ്ണൂരുമായി കാക്കനാട് ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. നേരത്തെ ഇത്തരത്തിൽ തന്നെയുള്ള വാദമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന് എതിരെ പ്രോസിക്യൂഷനും ഉന്നയിച്ചത്. വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. ഒരുപക്ഷെ പരാതിക്കാരെ അപായപ്പെടുത്താൻ പോലും മടിയുണ്ടാകില്ല എന്ന് വാദം ഉന്നയിക്കുന്ന സാഹചര്യം. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി പ്രവർത്തിക്കാൻ, പണം ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനിക്കാൻ, അതിൻ്റെ ബലത്തിൽ ഏത് തരത്തിലുള്ള ഉപദ്രവം നടത്താൻ ആളുകളുണ്ട് എന്ന വാദം തന്നെയായിരുന്നു കോടതിയിലും ഉയർത്തിയത്. അതിൻ്റെ ചിത്രം തന്നെ, അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് മിനിറ്റുകൾക്കകം നമുക്ക് ആശുപത്രിക്ക് പുറത്ത് കാണാൻ സാധിച്ചത്. ബോബി ചെമ്മണ്ണൂരുമായി ജയിലിലേക്ക് പോയ വാഹനം തടഞ്ഞു നിർത്തുന്ന അനുയായികളെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. ഡാനി, എന്തായാലും ആ പ്രതിഷേധങ്ങൾ ഒക്കെ മറികടന്ന് പോലീസ് ജയിലിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ജില്ലാ ജയിലിലേക്ക് സംഘം എത്തില്ലേ? എന്താണ് മറ്റു വിവരങ്ങൾ? നടി ഹണി റോസിന്റെ പരാതിയിൽ ആണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ 14 ദിവസത്തേക്ക് റിമാൻഡിൽ ആയിട്ടുള്ളത്. ലൈംഗിക അധിക്ഷേപ പരാതിയിൽ കോടതി ജാമ്യം നിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 14 ദിവസത്തെ റിമാൻഡിൽ ആണ് ഇനി ബോബി ചെമ്മണ്ണൂർ ഉണ്ടാവുക. അടുത്ത ദിവസം തന്നെ മേൽക്കോടതി അടക്കം സമീപിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ വൈദ്യപരിശോധന നടത്തി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വൈദ്യപരിശോധന നടത്തി. ആ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആയിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോയത്. ഇപ്പോൾ അവിടെയാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രതിഷേധങ്ങളെ മറികടന്നുകൊണ്ട് പോലീസ് ജയിലിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഡാനി ജില്ലാ ജയിലിലേക്ക് ഉടൻ തന്നെ എത്തില്ലേ? എന്താണ് മറ്റു വിവരങ്ങൾ? ഇവിടെ നിന്ന് പോയിട്ട് ഒരു 20 മിനിറ്റ് സമയത്തോളം എത്തുന്നു. എന്തായാലും 7 മണിക്ക് മുൻപായിട്ട് കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ ജയിലില് ഇവിടേക്ക് പോകാനുള്ള ഒരു ദൂരമുണ്ട്. പ്രത്യേകിച്ച് കാക്കനാട് ട്രാഫിക് മേഖലയാണ്. എങ്കിലും വളരെ ദൂരം പോലീസ് പൈലറ്റ് വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെയുണ്ട്. ഇനി അവിടെയും ഇത് സമാനമായ രീതിയിലുള്ള ഏതെങ്കിലും നാടകീയ രംഗങ്ങളോ പ്രതിഷേധങ്ങളോ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും
ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവരെല്ലാം നേരത്തെ കുറേയധികം പേരുണ്ടായിരുന്നു. പലരും പിരിഞ്ഞു പോയിരിക്കുന്നു. 1-2 പേരാണ് ഇനി അവശേഷിക്കുകയും ചെയ്യുന്നത്. അവരുടെ പ്രധാനമായ പരാതികളടക്കം മതിയായ രീതിയിലുള്ള ഒരു ചികിത്സ പരിശോധന നടത്തിയില്ല എന്നതായിരുന്നു ഇവരുടെ ഒരു പരാതിക്ക് കാരണമായിട്ട് അവർ പറയുകയും ചെയ്തത്. എന്തായാലും അവർ അതിന്റെ ഒരു പ്രതിഷേധം ഇവിടെ കാണിച്ചത് പോലീസ് വാഹനം തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു അവരുടെ കാണിച്ചത്, രേഖപ്പെടുത്തുകയും ചെയ്തത്. പോലീസ് അവരെ വലിച്ചു നീക്കിയാണ്, ഈ വാഹനത്തിന് മുന്നിൽ നിന്ന് വലിച്ചു നീക്കിയാണ് ബോബി ചെമ്മണ്ണൂരിനെ മുന്നോട്ട് കൊണ്ടുപോയത്, വാഹനവുമായി മുന്നോട്ട് കൊണ്ടുപോയത്. അവർ പറയുന്നത് വലിയ രീതിയിലുള്ള ചികിത്സയോ പരിശോധനയോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തിയില്ല. ആരുടെയോ നിർദ്ദേശപ്രകാരം വളരെ തിരക്കിട്ട് കൊണ്ടുപോവുകയായിരുന്നു. എന്തിനിത്ര തിടുക്കം കൂട്ടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത് കഴിഞ്ഞിരിക്കുന്നു, അത്രയും രംഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതൊരു ജനറൽ ആശുപത്രിയാണ്. നിരവധി രോഗികൾ ഇവിടേക്ക് പരിശോധനയ്ക്ക് ചികിത്സയ്ക്കുമായി എത്തുന്ന ഒരിടത്താണ് ഈ രീതിയിലുള്ള നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിനകത്തേക്ക് പോലീസ് കൂടുതൽ പേരടക്കം പോലീസ് ഇവിടേക്ക് വന്നതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇവർക്ക് പുറത്തേക്ക് കടക്കാൻ പോലും സാധിച്ചത്. ഇപ്പോൾ പോലീസ് വാഹനം മുന്നോട്ട് നീങ്ങുന്നുവെന്ന് അറിയുന്നു. വൈകാതെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് എത്തും. ഇതിനോടൊപ്പം തന്നെ നാളെ തന്നെ മേൽക്കോടതികളിലേക്ക് അപ്പീൽ നൽകാനുള്ള ശ്രമങ്ങൾ ഇതിനകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളെ തന്നെ അത്തരം ഹർജികൾ വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനങ്ങൾ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനൊപ്പമുള്ളവർ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു തിരിച്ചടി ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണില്ല എന്ന് തന്നെയാണ് ഇവരുടെ ഈ നിരാശയിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. കാരണം വലിയ ഒരു അഭിഭാഷക നിരയെ തന്നെ ഇവിടെ കൊണ്ടുവരുമ്പോൾ കീഴ്ക്കോടതികളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു വാദങ്ങൾ നടക്കുമ്പോൾ അതിന് അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. എന്തായാലും അതുണ്ടായില്ല. ഇപ്പോൾ 14 ദിവസത്തേക്കടക്കം റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതിനിടയിലാണ് ദേഹാസ്വസ്ഥം പ്രകടിപ്പിച്ചുകൊണ്ട് കോടതി മുറിക്കുള്ളിൽ തന്നെ വീഴുന്നത്. എന്തായാലും അത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചികിത്സ തേടിയതിനു ശേഷം മറ്റു പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജില്ലാ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ മാറ്റുന്നു. ഇപ്പോൾ വൈകാതെ തന്നെ വാഹനം കാക്കനാടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മറ്റു ആളുകൾ തന്നെ മറ്റ് ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്ന കുറച്ച് പേര് ഇവിടെ ഉണ്ടായിരുന്നു. ഭൂരിഭാഗം പേരും തന്നെ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നതാണ്. വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ റിമാൻഡിൽ ആയ ബോബി ചെമ്മണ്ണൂരിനെ നേരെ ജയിലിലേക്ക് എത്തിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അനുഭാവികളാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തി പോലീസ് വാഹനമടക്കം തടയുന്ന സമീപനം സ്വീകരിച്ചത്. ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് ആരോഗ്യമില്ലാത്ത സാഹചര്യം എന്നത് പറയുന്നു. ഇരുട്ടുമുറിയിൽ ഇരുത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പക്ഷേ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി പോലീസ് സംവിധാനം പ്രവർത്തിക്കുകയും അങ്ങനെ പോലീസുകാർ വൈദ്യപരിശോധനയ്ക്ക് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ അത്യാഹിത വിഭാഗത്തിലടക്കം പരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആണ് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും എല്ലാം ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവർ അത് പിന്തുടർന്നിരുന്നു എന്നത് തന്നെയാണ്. പ്രോസിക്യൂഷനും ഇതേ തരത്തിലുള്ള വാദം തന്നെയാണ് കോടതിയിൽ ഉന്നയിച്ചത്. ഇത്തരത്തിൽ സ്വാധീനിക്കാൻ ശേഷിയുള്ള വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. വിദേശത്തേക്ക് അടക്കം അദ്ദേഹത്തിന് വിദേശത്തടക്കം വ്യാപാരമുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് കടക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പണവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് പരാതിക്കാരിയെ അപായപ്പെടുത്തുവാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകില്ല എന്ന വാദം ആയിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷൻ ഇന്ന് ഉന്നയിക്കുകയും ചെയ്തത്. ആ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ബോബി ചെമ്മണ്ണൂരിനെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ആ സമയങ്ങളിലടക്കം ആശുപത്രി പരിസരത്ത് അനുഭാവികൾ, ഫാൻസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നവർ തടിച്ചുകൂടുന്ന സാഹചര്യമുണ്ടാകുന്നു. അവർ പോലീസ് വാഹനം തടയാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ജില്ലാ ജയിലിലേക്ക് പുറപ്പെട്ട വാഹനത്തിന് മുന്നിൽ നിൽക്കുന്ന സാഹചര്യം, വാഹനത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ വഴി തടയുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോയത്. ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്.
ഒരു പക്ഷേ അടുത്ത കാലത്തൊന്നും തന്നെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഒരു ഉന്നതനെ അല്ലെങ്കിൽ പണത്തിൻ്റെ ബലമുള്ളത്, അത് തന്നെയാണ് ഇന്നലെ പരാതിക്കാരിയും പറഞ്ഞത്. പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്യാം, പക്ഷേ താൻ നിയമത്തിലാണ് വിശ്വസിക്കുന്നത്, അങ്ങനെ തന്നെ നിയമപരമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് ഇന്നലെ ഈ പരാതിക്കാരി തന്നെ രംഗത്ത് എത്തിയിരുന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഇത്തരത്തിൽ ഫാൻസ് രംഗത്തിറങ്ങുന്ന സാഹചര്യം, അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ എന്ന ചോദ്യം ചോദിക്കുന്ന അങ്ങേയറ്റം ലജ്ജാകരമാകുന്ന സാഹചര്യം. അയാൾ ബിസിനസ്മാനാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന നൽകണം, അതും ലൈംഗികാധിക്ഷേപ പരാതിയിൽ എന്ന വിചിത്രവാദം ഉന്നയിക്കുന്ന അനുഭാവികളെ അടക്കമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണോ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടത് എന്ന വിചിത്രമായ വാദം കൂടി ഉയർത്തുമ്പോൾ പോലീസ് ഇതിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കുന്നു എന്ന് തന്നെ കൃത്യമായി പറയേണ്ടി വരുന്നുണ്ട്. എത്ര ഉന്നതൻ ആണ് എങ്കിലും, എത്ര പണത്തിൻ്റെ ഹുങ്കുണ്ട് എങ്കിലും ആരും തൊടാൻ പോകുന്നില്ല എന്ന ചിന്തകൾക്ക് എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മറുപടിയാണിത്. ഇന്ത്യൻ നിയമപ്രകാരം ഇത്തരത്തിൽ അശ്ലീലങ്ങൾ നടത്തുന്ന, സ്ത്രീകൾക്കെതിരെ അധിക്ഷേപങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അങ്ങനെ സുഗമമായൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവർ നിയമത്തിൻ്റെ മുന്നിൽ പെടുക തന്നെ ചെയ്യും. ഒരു സ്ത്രീ ഇറങ്ങിത്തിരിച്ചാൽ, പരാതിയുമായി ഇറങ്ങിത്തിരിച്ചാൽ അതിനെ വലിയ വില നൽകേണ്ടി വരും. അതെത്ര വലിയ ബിസിനസ്സുകാരനാണ് എങ്കിലും എന്ന് ബോധ്യപ്പെടുത്തുകയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ നമ്മുടെ നിയമ സംവിധാനങ്ങളും നമ്മുടെ പോലീസ് സംവിധാനവുമെല്ലാം അത്തരത്തിൽ സല്യൂട്ട് അർഹിക്കുന്ന പ്രവൃത്തിയുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോഴാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അനുഭാവികൾ ഇത്തരത്തിൽ തെരുവിൽ അഴിഞ്ഞാടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുകയാണ്. ജില്ലാ ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു.